ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അർജുൻ അശോകൻ നായകനെ വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത് ആഗസ്റ്റ് 1 വെള്ളിയാഴ്ച തീരത്തെ ഹൊറർ കോമഡി എന്റർടൈനർ സിനിമയാണ് സുമതി വളവ്. അഭിലാഷ് പിള്ള തിരക്കഥെഴുതിയ ഈ സിനിമ മിക്സഡ് അഭിപ്രായമാണ് നേടിയെടുത്തതെങ്കിലും കളക്ഷന്റെ കാര്യത്തിൽ മികച്ച പ്രകടനം നടത്തി മുന്നോട്ട് പോകുക തന്നെയാണ്. ചിത്രത്തിൽ ഗോകുൽ സുരേഷ്, സൈജു കുറുപ്പ്, ബാലു വർഗീസ്, ശിവദ, മാളവിക മനോജ്, ശ്രാവൺ മുകേഷ്, ദേവനന്ദ, സിദ്ധാർത്ഥ് ഭരതൻ എന്നിങ്ങനെ മികച്ച താരനിരയും അണിനിരന്നിട്ടുണ്ട്. ചിത്രം 5-ാം ദിവസമായി ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 1,02,00,000 രൂപയായിരുന്നു. ആദ്യ 5 ദിവസം കൊണ്ട് 8,67,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. അതേസമയം ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള ആദ്യ 5 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ സംബന്ധമായ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം 5 ദിവസം കൊണ്ട് 12,50,00,000 രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. 6-ാം ദിവസമായി ഇന്ന് ബുധനാഴ്ചയും ഈ സിനിമയുടെ കേരള കളക്ഷൻ 90 ലക്ഷം 1 കോടി റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 6 ദിവസം കൊണ്ട് 9.5-10 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. 6-ാം ദിവസമായി ഇന്ന് ബുധനാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 14-14.5 കോടി റേഞ്ചിൽ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കന്നഡ സിനിമയായ സൂഫ്രം സോയുടെ മലയാളം പതിപ്പ് കേരളത്തിൽ വമ്പൻ തരംഗമായി മുന്നോട്ട് പോവുകയാണ്. JP തുമിനാട് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ഈ സിനിമ കേരളത്തിൽ വിതരണത്തിന് എത്തിച്ചത് ദുൽഖറിന്റെ വേഫെയർ ഫിലിംസ് ആണ്. ഷനീൽ ഗൗതം, രാജ്ബി ഷെട്ടി, JP തുമിനാട്, സന്ധ്യ അരകരെ എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ. കേരളത്തിൽ ഇന്നലെ 5-ാം ദിവസമായ ചൊവ്വാഴ്ച 47,50,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത്. 6-ാം ദിവസമായ ബുധനാഴ്ചയും 40 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യ 6 ദിവസം പിന്നിടുമ്പോൾ ഏകദേശം 2.25 കോടിയിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ തന്നെ എത്തി നിൽക്കുന്നത്. അതേസമയം 4 കോടി ബഡ്ജറ്റ് മാത്രം പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ച വരെ മാത്രം 43 കോടി രൂപയാണ് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയത്. ആദ്യ 12 ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 50,20,00,000 രൂപയാണ്. വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പുറത്തു വന്നിട്ടില്ലെങ്കിലും 60 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആനിമേഷൻ സിനിമയാണ് മഹാവതാർ നരസിംഹ. ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച് അശ്വിൻ കുമാർ സംവിധാനം ചെയ്ത ഈ സിനിമ 12-ാം ദിവസമായി ഇന്നലെ ചൊവ്വാഴ്ച മാത്രം ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തത് 10 കോടി റേഞ്ചിലായിരുന്നു. ആദ്യ 12 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി 131 കോടിയോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 13-ാം ദിവസമായി ഇന്ന് ബുധനാഴ്ചയും ഈ സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 9 കോടി റേഞ്ചിൽ തന്നെയാണ്. അങ്ങനെ ആദ്യ 13 ദിവസം വീണ്ടുമ്പോൾ 140 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എത്തി നിൽക്കുന്നത്. കേവലം 10 കോടിക്ക് താഴെ മാത്രം ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നേടിയെടുത്തിരിക്കുന്നത്. ഗൗതം തിന്നനൂരി തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ജൂലൈ 31 വ്യാഴാഴ്ച തിരയിലെത്തിയ സ്പൈ ആക്ഷൻ ത്രില്ലർ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് കിങ്ഡം. വിജയ് ദേവരകൊണ്ട, സത്യദേവ്, ഭാഗ്യശ്രീ ബോൾസെ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ 6-ാം ദിവസമായി ഇന്നലെ ചൊവ്വാഴ്ചയിലെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ 16,75,000 രൂപയായിരുന്നു. കേരളത്തിൽ 6 ദിവസം കൊണ്ട് 1,87,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. വിവിധ ട്രാക്കേഴ്സ് നൽകുന്ന കളക്ഷൻ ഡാറ്റ പ്രകാരം 53,50,00,000 രൂപയാണ് ഈ സിനിമയുടെ 6 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. വേൾഡ് വൈഡ് കളക്ഷനായി 73 കോടി രൂപയും 6 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുണ്ട്. 7-ാം ദിവസമായി ബുധനാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എത്തി നിൽക്കുന്നത് 76 കോടി റേഞ്ചിലാണ്. അതേസമയം ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ ആദ്യ 7 ദിവസം കൊണ്ട് 90 കോടി റേഞ്ചിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വമ്പൻ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സിനിമ പാണ്ഡ്യരാജ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത തലൈവൻ തലൈവിയാണ്. വിജയ് സേതുപതി, നിത്യ മേനോൻ എന്നിവർ പ്രധാന താരങ്ങളായി ജൂലൈ 25-ന് തിയേറ്ററിലെത്തിയ ഈ തമിഴ് സിനിമ 12-ാം ദിവസമായി ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 3 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യ 12 ദിവസം കൊണ്ട് 1,32,00,000 രൂപയാണ് കേരള കളക്ഷനായി മാത്രം സ്വന്തമാക്കിയിട്ടുള്ളത്. തമിഴ്നാട്ടിൽ 55 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമയുടെ ഒഫീഷ്യൽ 75 കോടി വേൾഡ് വൈഡ് കളക്ഷൻ പോസ്റ്റർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിലവിൽ 13 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം 80 കോടി റേഞ്ചിലാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.